Boche Gold and Diamonds. Buy now, pay later. തൃശൂർ പുതുക്കാട് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മിനി ലോറി ഇടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന കുടുംബം. രാമമംഗലം ചെട്ടിപ്പടി മേലേതിൽ 22കാരൻ റിജാസ് മരിച്ച സംഭവമാണ് അപകട ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. തൃശൂർ പുതുക്കാട് വെച്ച് റിജാസും സുഹൃത്തായ പെൺകുട്ടിയും സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ മിനി പിക്കപ്പ് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഡോട്ട് വ്യൂ ന്യൂസാണ് ആദ്യമായി പുറത്തുവിട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പുതുക്കാട് സിഗ്നലിൽ റിജാസും സുഹൃത്തായ പെൺകുട്ടിയും ബൈക്കിൽ വരുന്നതിനിടെ പുറകിലെത്തിയ മിനി ലോറി ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റിജാസ് തൽക്ഷണം മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം വന്നിടിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പുറകിൽ വന്ന മിനി ലോറി മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നുവെന്ന മുന്നിൽ പോയിരുന്ന കാറിന്റെ റിയർ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതായി റിജാസിന്റെ പിതാവ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. പരിക്കേറ്റ് ചികിത്സയിലുള്ള പെൺകുട്ടിയാണ് വീട്ടുകാരോട് സംഭവത്തിന്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപകടം നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് റിജാസും ഇടിച്ച വാഹനത്തിനുണ്ടായിരുന്നവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. തങ്ങളുടെ ലൈനിലേക്ക് പെട്ടെന്ന് വാഹനം വെട്ടിച്ചു കയറ്റിയത് റിജാസ് ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണമായത്. വാഹനം ഓടിക്കുമ്പോൾ എവിടെയാണ് നോക്കുന്നതെന്ന് മാത്രമാണ് റിജാസ് ചോദിച്ചതെന്നും മറ്റ് അസഭ്യവർഷങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും പെൺകുട്ടി വ്യക്തമാക്കി. എന്നാൽ ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രതികൾ ഇവരെ പിന്തുടർന്നെത്തി കരുതിക്കുട്ടി വാഹനം ഇടിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. CCTV ദൃശ്യങ്ങൾ കണ്ട പെൺകുട്ടി തങ്ങളുമായി തർക്കത്തിലേർപ്പെട്ട അതേ വാഹനവും ആളുകളും തന്നെയാണ് അപകടം ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് അപകടമുണ്ടാക്കിയത്. വാഹനത്തിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളെ അപകടത്തിന് പിന്നാലെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ ഇവർ മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം വാഹനത്തിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി ബ്രേക്കിനടിയിലേക്ക് ഉരുണ്ടു വീണതിനാൽ ബ്രേക്ക് ചവിട്ടാൻ കഴിഞ്ഞില്ലെന്നാണ് കസ്റ്റഡിയിലുള്ള ഡ്രൈവർമാർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും CCTV ദൃശ്യങ്ങളിൽ വാഹനം ബ്രേക്ക് ചെയ്യാതെ വന്നിടിക്കുന്നത് വ്യക്തമാണെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പുതുക്കാട് പോലീസ് സ്റ്റേഷനിലും തൃശൂർ റൂറൽ SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് പരാതി കൊടുക്കാനുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. ഇത് വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവർ മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളും ഇല്ല. ഇതെല്ലാം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്നുള്ള കാര്യം. എന്താ സംഭവിച്ചെന്ന് കുട്ടി പറയുന്നു, ഇത്രേ പറയുന്നുള്ളൂ. പോരുമ്പോ വണ്ടി റോഡിലോട്ട് അവർ വെട്ടിച്ചു നോക്കുമ്പോ എന്നാ കാണിക്കുന്നതെന്ന് ഓടിക്കുന്ന ആള് ചോദിച്ചു. അത് പറ്റിയില്ല അവർക്ക്, അത്രേ ഉള്ളൂ. ആ കൊച്ചു പറയുന്നത് ആ ഒരു കാര്യം മാത്രമേ കൊച്ചു ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് വണ്ടി ഇങ്ങോട്ട് കയറ്റിയെന്ന് ചോദിച്ചു. പ്രകോപനമായിട്ട് തന്നെ ചോദിച്ചു, അല്ലാണ്ട് ഇതല്ലേ ചോദിച്ചു. അത് അവന്മാർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ആ കുട്ടി എങ്ങനെ ചെയ്തത്. ഞങ്ങൾക്ക് നീതി കിട്ടണം, റിജാസിന് നീതി കിട്ടണം, അതേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, നമുക്കൊന്നും വേണ്ട. നമുക്ക് അവന് നീതി കിട്ടണം. ഇവര് മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സാറ് വിളിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞ അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ റൂറൽ SP നിർദ്ദേശം നൽകി. നിയന്ത്രണം വിട്ട് വാഹനം ഇടിച്ചതാണോ അതോ ബോധപൂർവം കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിലൂടെയാണ് ഇനി വ്യക്തത വരേണ്ടത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.